ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം. മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും ഹോട്ടലുകളും ഒലിച്ചുപോയി. ദുരന്തത്തിൽ 4 പേർ മരിച്ചു, 60-ലധികം ആളുകളെ കാണാതായതായും 20ഓളം പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ഖീർ ഗംഗാ നദിയുടെ മുകളിലെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തിയൊലിച്ചെത്തി ധരാലി ഗ്രാമത്തെ വിഴുങ്ങുകയായിരുന്നു. കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ പ്രളയജലം പ്രദേശത്തെ ഒന്നാകെ മൂടിയാണ് വന്നത്. പ്രളയത്തിൽ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒലിച്ചുപോയി, വീടുകളും ഒലിച്ചുപോയി. നിരവധി ആളുകളെ കാണാതായതായും ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ഇവയ്ക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയെടുക്കുക എളുപ്പമല്ല. ചെളി അടിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പ്രദേശത്ത് ആർമി, NDRF, ജില്ലാ ഭരണകൂടം എന്നിവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. കുന്നുപ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലും തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ നദികളിലെ ജലനിരപ്പ് ഉയരുകയാണെന്നും സെൽഫികൾ എടുക്കുന്നതിനോ കുളിക്കുന്നതിനോ ആരും പ്രദേശങ്ങളിൽ പോകരുതെന്നും ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചു. ഇതിനിടെ ഉത്തരകാശിയിലെ സുഖി ടോപ്പിൽ സൈനിക ക്യാമ്പിന് സമീപം വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.